നമുക്ക് ഫ്രൈഡ് റൈസിലുള്ള ചിക്കൻ വേവിക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് പെപ്പറും ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിക്കുന്നത് നമുക്ക് ആ ചിക്കൻ എടുത്തിട്ട് നമുക്ക് മാറ്റാം. ചൂടായിട്ടുണ്ട്. നമുക്ക് ആ ചിക്കൻ വറുത്ത ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. പൊടിയായിട്ട് അരിഞ്ഞാൽ കുറച്ച് സവോള, ഞാൻ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം കേട്ടോ, സ്പ്രിംഗ് ഒനിയൻ്റെ അടിഭാഗം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ. ചോറിൽ നമ്മൾ ഉപ്പിട്ടാ വേവിച്ച്. അപ്പോൾ ഈ വെജിറ്റബിളിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. നമ്മളെ ആ വഴറ്റിയതൊന്ന് വാങ്ങിയിട്ട് അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കണം. മുട്ട ആദ്യം ഒഴിച്ചു കൊടുക്കണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. എഗ്ഗിലേക്ക് അതിലേക്ക് ചിക്കൻ പുഴുങ്ങിയത് ഇട്ടു. എല്ലാം കൂടി ഞാനൊന്ന് യോജിപ്പിക്കുകയാണ്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. സെലറിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാനേ. ഒരു ഗ്ലാസ് അരിയേ ഇട്ടുള്ളൂ, പക്ഷെ ചോറ് നല്ലോണം ഉണ്ട്. ഇതിൽ ഒരു പിഞ്ച് ഷുഗർ ഞാൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ അജിനോമോട്ടൊക്കെ ഇടുന്നതിന് പകരം ഞാൻ ഉപ്പും അതെല്ലാം കൂടി യോജിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, ഞാൻ ലൈറ്റ് കളർ ഒഴിക്കണേ, അധികം ഡാർക്കല്ല. ഗ്രീൻ ചില്ലി സോസ്. അതിന് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ മേലിട്ട് നമ്മൾ വഴറ്റിയിട്ട് ഇട്ടായിരുന്നു, ഇട്ട് ഗാർണിഷ് ചെയ്തു. അങ്ങനെ ലഞ്ചിനുള്ള ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. വീഡിയോസ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.